മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ പള്ളിയുണർത്തലിലെ അവസാനത്തെ പാട്ടുകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനമറ മാറി തൻ മമതകളൊഴിയും തവപദ ഭക്തർ തൻ ബന്ധമൊഴിഞ്ഞായി അവരും തൻ ജീവിത സരണിയിൽ കണ്ണീർ പൊഴിഞ്ഞടി പണിയുന്നു തവ പദതളിരിൽ ചുവന്ന പങ്കജം വിരിഞ്ഞഴകിന് നിലമായി പെരുന്തുറയിൽ അധിവസിച്ചിടുമീശ. ഇവനുടെ ജനനത്തെ അറുത്തെറിഞ്ഞിടുവാൻ കരുണയോടെ പള്ളിയുണർന്നരുളൂ നീ. കരുണയോടെ നീ പള്ളി ഉണരോ. എന്തിനു വേണ്ടി? ഇവനുടെ ജനനത്തെ അറുത്ത് എറിയുവാൻ വേണ്ടി, എൻ്റെ ജനനത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, എൻ്റെ ജന്മൃതികളുടെ വേരറുക്കുവാൻ വേണ്ടി അല്ലയോ ഭഗവാൻ, അവിടുന്ന് കാരുണ്യത്തോടെ തുയിലുണരോ, പള്ളിയുണരോ എന്ന് കവി പാടുകയാണ്. മനമറ മാറിത്തൻ മമതകൾ ഒഴിയും തവ പദഭക്തർ തൻ പദമൊഴിഞ്ഞായി അവരും തൻ ജീവിത സരണിയിൽ കണ്ണീർ പൊഴിഞ്ഞടിപണിയുന്നു. അങ്ങയുടെ ശിവഭക്തന്മാർ മനമറ മാറിത്തൻ മമതകൾ ഒഴിയാൻ വേണ്ടി, അതായത് മനസ്സിൻ്റെ മറകളെല്ലാം ഇല്ലാതാകാൻ വേണ്ടി, അങ്ങനെ മമതകളുടെ എല്ലാ ബന്ധനങ്ങളെയും മറുക്കാൻ വേണ്ടി തവ പദഭക്തർ തൻ ബന്ധമൊഴിഞ്ഞു. തവ പദഭക്തന്മാർ, അങ്ങയുടെ പാദത്തിൽ ഭക്തിയുള്ള ശിവഭക്തന്മാർ ബന്ധമൊഴിയാൻ വേണ്ടി, മമതാബന്ധങ്ങൾ ഒഴിയുന്നതിന് വേണ്ടി അങ്ങേ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മനമറ മാറിത്തൻ മമതകൾ ഒഴിയാൻ വേണ്ടിയിട്ടാണ്. മനമറ, മനസ്സിൻ്റെ ആ സങ്കല്പങ്ങളിൽ എല്ലാം ഇല്ലാതാകാൻ വേണ്ടി, അതായത് മനസ്സ് തന്നെ ഇല്ലാതാകാൻ വേണ്ടി, മനസ്സ് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഭക്തന്മാർ അങ്ങയെ പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സൊഴിഞ്ഞു മാറേണ്ടത്? മമതകൾ ഒഴിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മമതാബന്ധങ്ങൾക്കും കാരണമായിട്ടുള്ളത് നമ്മുടെ മനസ്സാണ്. മനം കൃതം ന ശരീരകൃതം എന്ന് യോഗവാസിഷ്ടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സാണ് എല്ലാം. ബന്ധമോക്ഷങ്ങൾക്കെല്ലാം കാരണവും മനസ്സ് തന്നെയാണ്. ആ മനസ്സിൻ്റെ മറ ഒഴിഞ്ഞു മാറണം. ആ മനസ്സ് പൂർണ്ണമായി ഇല്ലാതാക്കണം. മനസ്സില്ലാതായി മാറുമ്പോൾ മാത്രമേ മമതാബന്ധങ്ങൾ പൂർണ്ണമായും വേരറ്റു പോവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാം ബന്ധനങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിനെ ഇല്ലാതാക്കണം. ആ മനസ്സ് ഒഴിഞ്ഞു പോകണം. അത് ആര് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ? ഭഗവാൻ ശിവനാണ് മനസ്സിൻ്റെ ഉടയവൻ. മനസ്സ് ചെന്ന് ശിവനിൽ ലയിക്കണം. അങ്ങനെ മനസ്സ് അതിൻ്റെ മൂലകാരണമായ ശിവങ്കൽ പരബ്രഹ്മത്തിൽ ചെന്ന് ലയിക്കുമ്പോൾ മനസ്സ് പരബ്രഹ്മവുമായി ലയിച്ചു ചേരുന്നതിനാൽ മനസ്സ് ഇല്ലാത്തൊരവസ്ഥ, മനസ്സ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ മനസ്സില്ലാത്ത അവസ്ഥയിൽ ഒരു മമതാബന്ധവും നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ എല്ലാ ബന്ധനങ്ങൾക്കും കാരണം, എല്ലാ മമതാബന്ധങ്ങൾക്കും കാരണം മനസ്സാണ്. ഈ മനസ്സിൻ്റെ ആസക്തി ഇല്ലാതാകാൻ ഒറ്റ വഴിയുള്ളൂ, ശിവനിൽ സമർപ്പിക്കുക. അതായത് മനസ്സ് അതിൻ്റെ മൂലകാരണമായ ശിവങ്കൽ ലയിച്ചു ചേരണം. അങ്ങനെ മനസ്സ് അതിൻ്റെ ആദിമൂലമായ പരബ്രഹ്മത്തിൽ ലയിച്ചു കഴിയുമ്പോൾ, പരബ്രഹ്മത്തിൽ ഒടുങ്ങിക്കഴിയുമ്പോൾ മനസ്സ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഇതാണ് ഒരു യോഗിയുടെ പരമോന്നതമായ അവസ്ഥ. ഒരു യോഗി തൻ്റെ മനസ്സിനെ പരിപൂർണമായി ശിവങ്കൽ ലയിപ്പിച്ച് ആ മനസ്സിനെ ശിവമനസ്സാക്കി മാറ്റുന്നു. അതോടുകൂടി വ്യക്തി മനസ്സ് ഇല്ലാതാകുകയും ചെയ്യും. ആ വ്യക്തി മനസ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ പരമ
സുഖാനുഭൂതിയാണ് പിന്നെ ആ ഭക്തൻ നുകരുന്നത്. കാരണം ഒരു ബന്ധവും അയാൾക്കില്ല. ഒരേ ഒരു ബന്ധമുള്ളത് ഈശ്വരൻ ശിവനുമായിട്ട് മാത്രമാണ്. അതുകൊണ്ട് മനമറ മാറിത്തൻ മമതകൾ ഒഴിയാൻ വേണ്ടി അല്ലയോ ഭഗവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. തൻ ജീവിത സരണിയിൽ കണ്ണീർ പൊഴിഞ്ഞടിപണിയുന്നു. കരഞ്ഞുകൊണ്ടാണ് ഭക്തന്മാർ അങ്ങയുടെ പാദമലരുകളിൽ അഭയം പ്രാപിക്കുന്നത്. എന്താണ് കാരണം? ഈ ജീവിതത്തിൻ്റെ ആസക്തിയിൽപ്പെട്ട് ദുഃഖത്തിൻ്റെ മഹാകയത്തിലേക്ക് വീണിരിക്കുകയാണ് ഒരു മനുഷ്യൻ. അപ്പോൾ സാധാരണ മനുഷ്യരെല്ലാം തന്നെ മമതാബന്ധങ്ങളുടെ ആസക്തിയുടെ മഹാസമുദ്രത്തിൽ മുങ്ങി താണുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൻ കരഞ്ഞു വിളിച്ച് ശിവനെ പ്രാർത്ഥിക്കുന്നു. അല്ലയോ ഭഗവാൻ, അങ്ങ് ഞങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഞങ്ങൾക്ക് ദർശനം നൽകിയിട്ട് ഞങ്ങളുടെ ഈ മനസ്സിനെ അങ്ങയിൽ ലയിപ്പിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. മനസ്സ് അതിൻ്റെ പരിപൂർണമായ ശിവങ്കൽ ലയിച്ചു ചേരട്ടെ. അതിനുവേണ്ടി ഞങ്ങൾ അങ്ങയുടെ അടിപണിയുന്നു. തവ പദതളിരിൽ ചുവന്ന പങ്കജം വിരിഞ്ഞഴകൻ നിലമായി പെരുന്തുറയിൽ അധിവസിച്ചിടുന്ന അല്ലയോ ശിവഭഗവാനെ, ആ പെരുന്തുറവാസിയായ അല്ലയോ ഭഗവാനെ, അങ്ങേ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഇവനുടെ ജനനത്തെ അറുത്ത് എറിഞ്ഞ് കരുണയോടെ പള്ളിയുണരുക. അങ്ങ് ഞങ്ങൾക്ക് ദർശനം നൽകാൻ വേണ്ടി പള്ളിയുണരുക. കനിരസം ബ്രഹ്മവും അമൃതവും പോലാം അറിവിനെ അറിയാൻ അസുലഭമെന്നും അമരരും പരസ്പരം വാദിച്ചിട്ട് അറിയാൻ അമരുകയാണതിൽ രുചിയറിയാതെ. ഉരുവമൊടുവിട നിന്നിട് അരുവിയിടുവാൻ മുമ്പിൽ അവതരിപ്പവനെ മധുചിതറിടും മരത്തണലടക്കമരും പെരുന്തുറയിൽ കുടിയിരുന്നിടുവോനെ, ഇവനെ അടുത്തണച്ച് കൊണ്ടിടുവാൻ കരുണയോട് ഇനി പള്ളി ഉണർന്നരുളു നീ. ഉരുവമുട് ഇവിടെ നിൽക്കൂ, അങ്ങ് ഉടലോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂ. എന്നിട്ട് മധുചിതറിടും മരത്തണലിടയ്ക്കമരുന്ന പെരുന്തുറയിൽ കുടിയിരിക്കുന്ന അല്ലയോ ഭഗവാൻ, അങ്ങ് ഞങ്ങൾക്ക് അറിവിൻ്റെ അറിവായ ആത്മജ്ഞാനം പകരൂ എന്നാണ് പറയുന്നത്. അതായത് ദേവന്മാർക്കും ത്രിമൂർത്തികൾക്ക് പോലും അങ്ങയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ആത്മജ്ഞാനം അവർക്ക് തന്നെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അറിവിൻ്റെ അറിവായ ശിവനെ സാക്ഷാത്കരിക്കാൻ ദേവന്മാർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അല്ലയോ ഭഗവാൻ, അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങൾക്ക് ആത്മജ്ഞാനം തരൂ എന്നാണ് പറയുന്നത്. സുരജനതതിക്ക് അഗോചരനായവനെ, മണ്ണിലെനിക്കൊത്തൊരഗതികൾക്ക് ആനന്ദമരുളാൻ തിരുപ്പെരുന്തുറയതിൽ കുടിയിരിപ്പോനെ, സഹജമായി ആന്തരസുഖമരുളോനെ, ഉയിരുകളേതിനും ഉയിരായിരിപ്പവനെ, അടിയന് അമൃത സഞ്ജീവനി നീയേ, സർവഗനെ സർവജഗത്തിനും നിത്യനായകനെ പള്ളിയുണർന്നരുളൂ നീ. അപ്പോൾ സർവത്തിനും ആധാരമായിട്ടുള്ള അല്ലയോ ഭഗവാൻ, ഞങ്ങൾക്ക് ദർശനം നൽകുക. ഞങ്ങൾക്ക് മൃതസഞ്ജീവനി, മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന മരുന്നാണല്ലോ അങ്ങ്. സാക്ഷാത്കരിച്ച ഗുരുവിൻ്റെ അരുൾമൊഴി ശ്രവണം, മനനം, നിധിധ്യാസനം, സമാധി എന്നിവയ്ക്കും ഒടുവിൽ ഞങ്ങൾക്ക് അങ്ങയുടെ സാക്ഷാത്കാരം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ശിവസാക്ഷാത്കാരം ലഭിച്ച മാണിക്യവാചകരെയാണ് നാം ഈ പള്ളി ഉണർത്തുന്ന പാട്ടിൽ കാണുന്നത്. മാണിക്യവാചകർ ഇവിടെ ശരിക്കും ശിവനെ മന്ത്രാക്ഷരങ്ങൾ ഉരുവിട്ടുകൊണ്ട് ശിവനെ പള്ളിയുണർത്തി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. ഇതൊരു ആവാഹന പ്രക്രിയയാണ്.
അറിവിൻ്റെ മഹാസാഗരമായ അറിവിൻ്റെ അറിവായ ശിവത്വത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ആവാഹന മന്ത്രമാണ് പള്ളിയുണർത്തൽ. ശിവനെ പള്ളിയുണർത്തി നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു ആവാഹന മന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പള്ളിയുണർത്തലിനെ വിശേഷിപ്പിക്കാം. ഇത് അപൂർവമായൊരു നിമിഷമാണ്. അതായത് ശിവൻ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. എന്ത് നൽകാൻ വേണ്ടി? നമുക്ക് ആത്മജ്ഞാനം നൽകാൻ വേണ്ടി. അറിവിൻ്റെ അറിവായ ആ അറിവാകുന്ന ശിവനിതാ നമ്മുടെ മുമ്പിൽ ആത്മജ്ഞാനം നൽകിക്കൊണ്ട് പ്രശോഭിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ മൃതസഞ്ജീവിനിയായി മാറുകയാണ് ശിവൻ്റെ ദർശനം. മരണത്തിൽ നിന്ന് എന്നേക്കുമായി നമുക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. ഇത് കേൾക്കുന്നവർ, ഈ പള്ളിയുണർത്തൽ കേൾക്കുന്നവർ സത്യത്തിൽ ഇനി മരിക്കുന്നില്ല. കാരണം എന്താ? മരണത്തിൽ നിന്നുള്ള നിത്യമോചനമായ അമൃതസഞ്ജീവനി മന്ത്രമാണ് ഈ പള്ളിയുണർത്തൽ. പള്ളിയുണർത്തലിലൂടെ മൃതസഞ്ജീവനി നാം പാനം ചെയ്തിരിക്കുന്നു. അമരരായി മാറിയിരിക്കുന്നു. അമരരായി മാറിയിരിക്കുന്ന ആ അറിവിൻ്റെ അറിവായ ശിവസാക്ഷാത്കാരത്തിലെത്തി നിൽക്കുന്ന അനുവാചകനെയാണ് മാണിക്യവാചകർ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ പള്ളിയുണർത്തൽ ഒരു തരത്തിലുള്ള ആവാഹന മന്ത്രമാണെന്ന് ഓർക്കുക. ഇവിടെ ശിവൻ അറിവിൻ്റെ അറിവായി നമുക്ക് ആത്മജ്ഞാനം പകർന്നുകൊണ്ട് നമ്മുടെ ബോധമണ്ഡലത്തെ ആകെ പരിവർത്തനത്തിന് വിധേയമാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ ശിവമനസ്സാക്കി മാറ്റുന്ന അത്ഭുതകരമായ രാസപരിണാമം നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നാം കാണുന്നത്. ഓം ശിവായ നമഃ.